നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണി ജയിക്കണമെന്നാണ് പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്? LDF ആണോ, UDF ആണോ, NDA ആണോ? 3 പേർക്കുമുള്ള വോട്ട് വിഹിതം ഈ സർവേയിൽ തെളിയുന്നത് ഇങ്ങനെയാണ്. കൃത്യമായ മാൻഡേറ്റ്. ഇതുവരെയുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. LDF ഭരണമെന്ന 41.6% പേർ ആഗ്രഹിക്കുന്നു. UDF 40.1%. നോക്കൂ, 1.5% വ്യത്യാസമാണുള്ളത്. 1.5% എന്ന് പറയുമ്പോൾ 14 ലക്ഷം വോട്ടർമാരാണ്, 13 ലക്ഷം വോട്ടർമാരാണ് അവിടെ ഉള്ളത്, പത്തനംതിട്ടയിലുള്ളത്. അപ്പോൾ 1.5% എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 14,000-15,000 വോട്ടിൻ്റെ അടുത്ത് വരും. 15,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ LDFന് മുൻതൂക്കമുണ്ട് എന്നാണ് ഈ സർവേ പറയുന്നത്. 15,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പം അത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യും ആന്റണി എന്നുള്ളതാണ് പ്രധാനം. അതോ ഈ 15,000 വോട്ടെന്ന് പറയുന്നത് 1.5 ലക്ഷമായിട്ടോ അല്ലെങ്കിൽ 50,000 വോട്ടായിട്ടോ TM തോമസ് ഐസക്കിന് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം പോരാട്ടം കേട്ടോ. ഈ ത്രികോണ പോരാട്ടമെന്ന് നമ്മൾ പറയുമ്പോഴും BJPക്ക് 2019 ലഭിച്ച വോട്ടിൽ നിന്നും 13% ചോർച്ച. അതാണ് BJP 16.1% വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 29% BJPയുടെ വോട്ട് 16.1% ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നേരത്തെ സുജയ പറഞ്ഞതുപോലെ 13% കുറവ്. നമുക്കൊരു കണക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം 37% UDFന്റെ വോട്ട്. അവിടെ UDFന്റെ വോട്ട് വർദ്ധിക്കുന്നുണ്ട് സുജയ. 40% UDFന്റെ വോട്ട് വർദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ മേൽപ്പറഞ്ഞ ഘടകങ്ങളാണ്. സർക്കാർ വിരുദ്ധ തരംഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 37 എന്ന് പറയുന്നത് 3% വർദ്ധിച്ച് 40 എത്തുന്നത്. അതേസമയം LDFന്റെ വർധന നോക്കൂ, 33 നിന്ന് 41 8.6% വർധനയാണ് LDF വോട്ട് ബാങ്കിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ 8.6% വർധന ഉണ്ടായാലാണ് 1.5% LDFന് വിജയിക്കാൻ കഴിയുക. BJP പക്ഷേ 13% കുറഞ്ഞ് 16% ഫിനിഷ് ചെയ്യാൻ പോകുന്നു. വളരെ ഡിസ്റ്റന്റ് ആയ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഫെബ്രുവരി 8 വരെയുള്ള കണക്കാണ്. മറ്റു 2 സ്ഥാനാർത്ഥികളെയും പത്തനംതിട്ടക്കാർക്ക് അറിയാം. 3-ാമത്തെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് പ്രഖ്യാപിച്ചിട്ടില്ല. ഫെബ്രുവരി 8 വരെ അത് വന്നിട്ടില്ല. ഡോക്ടർ TM തോമസ് ഐസക് മണ്ഡലത്തിലുണ്ട്. ആന്റണി സിറ്റിംഗ് MP തന്നെ മത്സരിക്കണമെന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുമുണ്ട്. സ്ഥാനാർത്ഥി ആരാകും? കഴിഞ്ഞ തവണയും K. സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത് 20 ദിവസം അല്ലെങ്കിൽ 1 മാസം മുൻപ് മാത്രമാണ് പത്തനംതിട്ടയിലേക്ക്. ഈ ലാസ്റ്റ് മിനിറ്റ് ലോഞ്ച് എന്ന് പറയുന്നത് അത് NDAക്ക് കുറി ഗുണമാകുമോ അതോ ദോഷമാകുമോ? നമുക്ക് പത്തനംതിട്ടയുടെ ഈ രാഷ്ട്രീയ പശ്ചാത്തലമൊപ്പം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, 2009 മുതൽ 2021 വരെയുള്ള വോട്ടോഗ്രാഫ്, ഇതെല്ലാം നൽകുന്ന സൂചന എന്താണ്? രാഷ്ട്രീയ വിശകലനത്തിനായി നമുക്ക് പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, വെൽക്കം ടു റിപ്പോർട്ടർ പ്രീ പോൾ സർവേ. കണക്കുകൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പത്തനംതിട്ടയിൽ അട്ടിമറി വിജയം LDFന് സ്വന്തമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ സർവേയിലെ കണ്ടെത്തൽ. അത് യാഥാർത്ഥ്യമാകാനുള്ള ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ? NDAയുടെ വോട്ട് വിഹിതത്തിൽ 13% ചോർച്ചയുണ്ടാകുമോ? പ്രവീൺ. സുജയ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണിയിൽ നിന്നും പ്രതീക്ഷിക്കാം. LDFും UDFും NDAയും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവേ ഫലങ്ങളിൽ നിന്നും LDFന് അല്പം മുൻതൂക്കമുണ്ടെന്ന് പറയുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കാണ്. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഐകകണ്ഠൻ അദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നു. ആ ഒരു പേര് മാത്രമാണ് വന്നത്. തോമസ് ഐസക് കഴിഞ്ഞ ഏതാനും നാളുകളായി മണ്ഡലത്തിൽ സജീവമാണ്. അതേസമയം തന്നെ സിറ്റിംഗ് MP ആന്റണി തന്നെയായിരിക്കും UDFന് വേണ്ടി കളത്തിലിറങ്ങുക എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയാണ് അത് PC ജോർജ് അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ. അതേസമയം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെ മത്സരിക്കണം എന്ന ചെറിയൊരു ആഗ്രഹം കൂടി BJP NDAയിലെ അണികൾക്കിടയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ടൈറ്റ് മത്സരം തന്നെ ഇക്കുറി പ്രതീക്ഷിക്കാം. നമ്മൾ വിശകലനം ചെയ്ത ഈ സർവേ ഫലങ്ങൾ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതി പ്രവേശന വിഷയം കത്തി നിന്ന സമയത്ത് NDAയിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം. രാജ്യം തന്നെ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ K. സുരേന്ദ്രൻ മത്സരിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് NDA അവകാശപ്പെട്ടിരുന്നു. അതേസമയം തന്നെ UDFും LDFും വലിയ ആത്മവിശ്വാസം പുലർത്തിയിരുന്നു. NDA ആ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്നോട്ട് പോയി. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് ആ തെരഞ്ഞെടുപ്പിൽ NDAയുടെ K. സുരേന്ദ്രൻ നേടിയ വോട്ടുകളായിരുന്നു. ആ വോട്ടിംഗ് ശതമാനം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് നേടാൻ കഴിയുമോ? അത് ഏത് സ്ഥാനാർത്ഥിയായാലും അതിലേക്ക് എത്തുമോ എന്നാണ് ഏതായാലും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ
തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വീണ ജോർജ് ആയിരുന്നു മത്സരിച്ചത്. നമുക്കറിയാം ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ LDF വലിയ പ്രതിരോധത്തിലായിരുന്നു, സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്നു. എന്നിട്ട് പോലും രണ്ടാം സ്ഥാനത്തേക്ക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ, ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF എത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് അവസ്ഥ ഉള്ളപ്പോൾ പോലും രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ LDF-ന് കഴിഞ്ഞിരുന്നു. ഇക്കുറി ഏതായാലും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മുടെ സർവേ ഫലങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ അയോധ്യ വിഷയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാർ വലിയ ഗൌരവത്തിൽ എടുക്കുന്നില്ല എന്ന് നമ്മളുടെ ആ ഒരു ശതമാന കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എത്രമാത്രം NDA-ക്ക് മുതൽക്കൂട്ടാകുമെന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. അതേസമയം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-ന്റെ ആന്റോ ആന്റണി തന്നെയാണ്. പക്ഷെ ആന്റോ ആന്റണി എന്ന ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, UDF എന്നുള്ള ആ ഒരു ഘടകം നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളും ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. അതുമാത്രവുമല്ല മറ്റ് 2 മണ്ഡലങ്ങൾ കൂടി പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കൂടി LDF-ന് അനുകൂലമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ 7 മണ്ഡലങ്ങളിലും അനുകൂല കാലാവസ്ഥ ഉള്ളതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുമുന്നണിക്ക് പ്രയോജനപ്പെടുമെന്നാണ് പ്രവീൺ എനിക്ക് തോന്നുന്നത്. നോക്കൂ, ആന്റോ ആന്റണിക്ക് 1.5% വോട്ടിന്റെ പിന്നോക്കാവസ്ഥയാണുള്ളത് അല്ലെ. 1.5% വോട്ട് നേടിക്കൊണ്ട് LDF മുന്നോട്ട് വരുമെന്ന് പറയുന്നു. ഇവിടെ സുജയ, സ്മൃതി, 13% വോട്ട് BJP-ക്ക് കുറയും. ഇതാണല്ലോ നമ്മുടെ സർവേ. 13% വോട്ട് കുറയാൻ പോവുകയാണ്. ആ 13% വോട്ട് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ ഈ പത്തനംതിട്ടയിൽ കാണുന്നു. 13% വോട്ട് NDA-ക്ക് പോകുന്നത് ഇപ്പം പ്രവീൺ പുരുഷോത്തമൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ തവണ 2019 ശബരിമല ഒരു വലിയ വികാരമായി നിന്നിരുന്ന സ്ഥലമാണ് പത്തനംതിട്ട. അതിന്റെ അഡ്വാൻറ്റേജ് മുഴുവൻ കിട്ടിയത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ BJP-ക്കാണ്. എന്നാൽ സംസ്ഥാനത്തുടനീളം അതിന്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ്. അപ്പൊ ഇവിടെ ഇപ്രാവശ്യം ആ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ 13% വോട്ടെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കേവലം 1.5% മാത്രമാണ് അവിടുത്തെ ഡിഫറൻസ് എന്നിരിക്കെ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് BJP-യുടെ വോട്ട് ചോർച്ച ആരുടെ വോട്ടായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും ഏറ്റവും പ്രധാനമായും വിജയ പരാജയങ്ങളെ ആ മണ്ഡലത്തിൽ UDF-നെ സഹായിക്കുമോ? കാരണം ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ വന്നിരുന്നല്ലോ. വലിയ തോതിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നു. ആ വിഷയം പ്രധാനമായും ഉന്നയിച്ചത് കോൺഗ്രസ് കൂടിയാണ്. കോൺഗ്രസ് ആ സമയത്ത് വലിയ രൂപത്തിൽ പ്രതിഷേധവുമായും പ്രതികരണമായും ആ ഭാഗത്തേക്ക് പോവുകയും അവിടെ പ്രതിഷേധം നടത്തുകയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പത്തനംതിട്ട സ്വന്തം ജില്ലയാണെന്ന് പറഞ്ഞ സുജയുടെ അഭിപ്രായം എന്താ? ഈ 13%? എന്റെ അഭിപ്രായത്തിൽ ഈ 16% മുകളിലേക്ക് നിശ്ചയമായും NDA-യുടെ വോട്ട് ശതമാനം ഉയരും എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ തന്നെ ഈ അവിടുത്തെ സീൻ മാറാൻ പോവുകയാണ്. പത്തനംതിട്ടയിൽ വളരെ ശക്തമായ സ്ഥാനാർത്ഥിയെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ 29 എന്നുള്ള സ്ഥലത്തേക്ക് റീച്ച് ചെയ്യുമോ? 29 അല്ല, അതിന് മുകളിലേക്ക് ഒരു പക്ഷേ പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം ഞാൻ പറയാം. അതായത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കഴിഞ്ഞ തവണ NDA-ക്ക് എത്താൻ കഴിയാത്ത അല്ലെങ്കിൽ വോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്. അവിടെ ഇപ്പോൾ ഷോൺ ജോർജ് ആണല്ലോ ഇപ്പോൾ SFIO അന്വേഷണത്തിനായി പോകുകയും അതിൽ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ അന്വേഷണത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ആ കേസ് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിന്റെ മകൻ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി, ഈ 2 ഘടകങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കഴിഞ്ഞ തവണ PC ജോർജ് NDA-ക്കൊപ്പമില്ല. PC ജോർജിന്റെ വ്യക്തിപരമായ സ്വാധീനമോ അല്ലെങ്കിൽ PC ജോർജ് എന്ന വ്യക്തിയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. സഭയിൽ നിർണായകമായ സ്വാധീനം ഉണ്ട് PC ജോർജിന് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് PC ജോർജ് BJP-യിലേക്ക് വരുമ്പോൾ അതിനെ കേന്ദ്ര നേതൃത്വം സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഈ 16% എന്ന് പറയുന്ന വോട്ട് വിഹിതം അത് താഴേക്കിറങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെ NDA-ക്ക് അല്ലെങ്കിൽ BJP-ക്ക് കൃത്യമായ ബേസ് വോട്ടുള്ള മണ്ഡലമാണ്. അതിന് താഴേക്ക് പോകില്ല. ഇനി അത് LDF-ലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഡോക്ടർ TM തോമസ് ഐസക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ED-ക്ക് മുന്നിലേക്ക് ഈ സമൻസ് അയച്ച് വിളിപ്പിച്ചിരിക്കുന്ന ആ കേസിന്റെ അടുത്ത ദിവസങ്ങളിലെ ഘട്ടം എന്തെന്ന് നമുക്കറിയില്ല. പോൾ സബ്ജക്ട് മാറാൻ പോവുകയാണ്, വോട്ട് വിഷയം മാറാൻ പോവുകയാണ്. ഒപ്പം SFIO അന്വേഷണം, ആ അന്വേഷണം നിൽക്കുമ്പോൾ അതും ചർച്ചയാകാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ വലിയ സാധ്യത എന്നാണ്. PC ജോർജ് സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ ഈ സഭയെയും സമുദായത്തെയും ഭൂരിപക്ഷ വോട്ടുകളെയും കോർത്തിണക്കാൻ കഴിയുന്ന 3 വിഭാഗത്തിനും സ്വീകാര്യ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ഈ 16% നിന്ന് വോട്ട് വിഹിതം ഉയരും. അത് ജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആന്റോ ആന്റണിയുടെ വോട്ടുകളിലാണ് ചോർച്ചയുണ്ടാകേണ്ടത്. ആന്റോ ആന്റണിക്ക് ഇപ്പോൾ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്നും ചോർച്ചയുണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഈ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയും. ഇനി ചാൻസ് നമ്പർ 2, ഡോക്ടർ TM തോമസ് ഐസക്കിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സബ്ജക്ട് അവിടെ കിട്ടേണ്ടതുണ്ട്. അത് ഈ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാർ കൂടി BJP-യിൽ നിന്നും ചോർന്നത് എന്ന് നിങ്ങൾ പറയുന്ന നമ്മുടെ സർവേയിൽ തെളിഞ്ഞ 13%, അത് ആക്ച്വൽ ചോർച്ചയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ
നമുക്ക് പറയാൻ കഴിയും. പക്ഷേ സർവേയിലെ വികാരം ഇങ്ങനെയാണ്. അപ്പോൾ ഈ സർവേയിലെ വികാരം അനുസരിച്ച് ഡോക്ടർ ടി എം തോമസ് ഐസക്കിലേക്ക് ഈ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് അവിടെ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ വലിയ ഭൂരിപക്ഷമായിരിക്കും. അതെ, ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് മുന്നിൽ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം എൻ ഡി എക്കുള്ള സാധ്യതകൾ അത് ഈ 16.1% ചുരുങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഫെബ്രുവരി 8 വരെയുള്ള കഥയാണിത്. സ്ഥാനാർത്ഥിയായിട്ടില്ല. തോമസ് ഐസക്കും ആന്റോ ആന്റണിയും അതേസമയം സ്ഥാനാർത്ഥികളായി അവിടെ മുന്നിലുമുണ്ട്. ഇതാണ് പത്തനംതിട്ടയിലെ റിയൽ പിക്ചർ.